السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിൽ മലക്കുകളിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. അതിൽ മലക്കുകളിലുള്ള ഈമാൻ ഉസൂലുൽ ഈമാൻ പെട്ടതാണ് എന്നും മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, അതുപോലെ ഓരോ മലക്കിനെയും സംബന്ധിച്ച് വന്നിട്ടുള്ള വിശേഷണങ്ങൾ, പൊതുവായിട്ടുള്ള വിശേഷണങ്ങൾ, അതിൽ പേര് പറയപ്പെട്ട മലക്കുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള അസറുകൾ, ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് മീകായിൽ അലൈഹി ഇസ്ലാം, ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം, മലക്കുൽ മൗത്ത് എന്നിങ്ങനെ പറഞ്ഞു. പിന്നീട് നമ്മൾ ആ മലക്കുകളിൽ വ്യത്യസ്ത തരക്കാരായിക്കൊണ്ട് അവരുടെ ജോലികളായിട്ടും അല്ലെങ്കിൽ അവരെ വ്യത്യസ്ത തരക്കാരായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂട്ടരായിട്ട് നമ്മൾ പറയുകയായിരുന്നു. അതിൽ ഹമലത്തുൽ അർഷിനെ ചുമക്കുന്നവരെ പറ്റി പറഞ്ഞു. അള്ളാഹുവിനോട് സാമീപ്യം അധികം നേടിയിട്ടുള്ള ഹൗലുൽ അർഷിന് ചുറ്റുമുള്ള ആളുകൾ കരീബിയൂൻ എന്ന് കറൂബിയൂൻ എന്ന് പറയുന്നവരെ പറ്റി പറഞ്ഞു. സുക്കാനു സമാവാത്ത്, ആകാശത്ത് മൊത്തത്തിലുള്ളത്, അതുപോലെ ബൈത്തുൽ മഅമൂറിലേക്ക് ചെല്ലുന്നത്, അതുപോലെ സ്വർഗത്തിന്റെ കാര്യങ്ങൾ, സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് വേണ്ട ഇക്രാമുകൾ, അവർക്കുള്ള ആദരവുകൾ, അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കി വെക്കുന്ന അങ്ങനെയുള്ള മലക്കുകളുണ്ട് എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നു, വമിൻഹും, ആ മലക്കുകളിൽ പെട്ടവരാണ് അൽ മുവക്കലൂന ബിന്നാർ, നരകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവർ. അആദന അല്ലാഹു മിൻഹ, അല്ലാഹു തആല നരകത്തെ തൊട്ട് നമ്മെ രക്ഷിക്കട്ടെ. വഹും അസ്സബാനിയ, ആ നരകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾക്ക് പറയുന്ന ഒരു പേരാണെന്ത്? അസ്സബാനിയ എന്നുള്ളത്. ഖുർആനിലെ പേര് പരാമർശിച്ചിട്ടുണ്ട്. വമുഖദ്ദമൂഹും 19, അതിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനികളായിട്ടുള്ള ആളുകൾ 19 ആളുകളാണ്. നരകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളിൽ പ്രധാനികളായിട്ടുള്ള ആളുകൾ 19 ആളുകളാണ്. സൂറത്തുൽ മുദ്ദസിറിലെ ആയത്തുകൾ കാണാം, ആയത്തുകളെ പരാമർശിക്കുന്നുണ്ട്. വഖാസിനുഹ മാലിക്കുൻ, ആ നരകത്തിന്റെ കാവൽക്കാരൻ, അതിന്റെ മൊത്തം കാര്യങ്ങൾ കാവൽക്കാരനായി നോക്കുന്നത് മാലിക് എന്നു പേരുള്ള മലക്കാണ്. വഹുവ മുഖദ്ദമുൻ അലൽ ഖസനതി, അതിനെ കാത്തു സൂക്ഷിക്കുന്ന, അതിന്റെ കാവൽക്കാരനായിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണ് മാലിക് എന്നു പേരുള്ളത്. വഹും അൽ മദ്കൂറൂന ഫീ ഖൗലിഹി തആല, ഈ പറഞ്ഞ ഈ മലക്കുകളെ പറ്റി അല്ലെങ്കിൽ നരകവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ ഇനി പറയുന്ന ആയത്തുകളിലെല്ലാം പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ആ ആയത്തുകളെ കൊടുക്കുകയാണ്. ഒന്ന് സൂറത്തുൽ ഗാഫിറിലെ 49-ാമത്തെ ആയത്താണ്. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا യൗമൻ മിനൽ അദാബ്, നരകത്തിൽ കിടക്കുന്ന ആളുകൾ അതിന്റെ കാവൽക്കാരോട് പറയും, നിങ്ങളുടെ റബ്ബിനോട് പറയണം, ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കുള്ള ശിക്ഷ ഒന്ന് കുറച്ചു നൽകണം എന്ന് പറയണമെന്ന് നരകാവകാശികൾ നരകത്തിന്റെ കാവൽക്കാരോട് പറയും. അപ്പൊ കാവൽക്കാരുണ്ട് എന്നുള്ളത്. സൂറത്ത് സുഖ്റുഫിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനാദൗ വഖാല തആല വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. വനാദൗ, നരകാവകാശികൾ വിളിച്ചു പറയും, യാ മാലിക്, നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മാലിക്കിനെ വിളിച്ചു പറയും, മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബ് ഞങ്ങളുടെ മേലെ ഒന്ന് തീരുമാനിക്കട്ടെ, അഥവാ ഞങ്ങളെ മരിപ്പിക്കട്ടെ, ഞങ്ങൾക്ക് ഇതൊരു അവസാനം ഉണ്ടാക്കട്ടെ എന്ന് പറയും. അപ്പൊ മാലിക് അവരോട് പറയും, ഇന്നകും മാകിസൂൻ, നിങ്ങൾ നരകത്തിൽ തന്നെ കിടക്കുന്നവരാണ്, അതിൽ തന്നെ തുടരേണ്ടവരാണ് എന്ന് പറയും. മറ്റൊരായത്ത് വഖാല തആല സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്തിൽ, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, നരകത്തിന്റെ
അവസ്ഥകളെ പറ്റി പറയുമ്പോൾ അതിൽ അല്ലാഹു തആല പറഞ്ഞതാണ് അലൈഹ മലായിക, അവിടെ ചില മലക്കുകളുണ്ട്, അതിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ. ഗിലാദുൻ ഷിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, പരുപരുത്ത കടുത്ത സ്വഭാവമുള്ള, അങ്ങനെ ആ രീതിയിൽ പരുപരുത്തിട്ടുള്ള അല്ലെങ്കിൽ അത്ര ദേഷ്യത്തിലുള്ള അങ്ങനെയുള്ള ആളുകൾ, മലക്കുകൾ അവിടെയുണ്ട്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അവരോട് എന്ത് അള്ളാഹു കൽപ്പിച്ചാലും അവരതിനെതിരെ പ്രവർത്തിക്കില്ല. വയഫ്അലൂന മാ യുമറൂൻ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ 19 ആളുകളുടെ എണ്ണം പറയുന്ന ആയത്തുകൾ സൂറത്തുൽ മുദ്ദസിലെ 30 മുതൽ 31 ആയത്തുകൾ കാണാം. അലൈഹ 19 ആളുകൾ, മലക്കുകൾ, നരകത്തിന്റെ ഉത്തരവാദിത്തം അതിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ട്. വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായികതൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ ആ കാര്യത്തെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മലക്കുകൾ, നരകത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അതിൽ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ 19 പേരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ളവർ. അതിന്റെ കാവൽക്കാരനായിട്ടുള്ളത് മാലിക് എന്നു പേരുള്ള ഒരു മലക്കാണ്. അവർ പരുപരുത്ത സ്വഭാവമുള്ളവരും കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന ആളുകളുമാണ്. വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാലിക്കിനെ കാണുകയും മാലിക്കിന്റെ രൂപം കണ്ട് ഭയപ്പെടുന്ന അത്രയും ഭയാനകമായ മുഖമാണ് മാലിക്കിനുള്ളത് എന്ന് പറഞ്ഞ ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മലക്കുകളാണ് നരകത്തിന്റെ ഉത്തരവാദിത്തം. അങ്ങനെ മലക്കുകൾക്ക് ചില ജോലിയുണ്ട്. വമിൻഹും അൽ മുവക്കലൂന ബിഹിഫ്ദി ബനി ആദം, അതുപോലെ മറ്റ് ചില മലക്കുകൾക്കുള്ള ഉത്തരവാദിത്തമാണ്, ചില മലക്കുകൾ മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട്, അഥവാ പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ സംരക്ഷിക്കാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഹഫളത്തിന്റെ മലക്കുകൾ എന്ന് പറയും. ഹഫളത്തിന്റെ, സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ. അതിനുള്ള തെളിവാണ് സൂറത്തുർ റഅദിലെ 11ാമത്തെ ആയത്ത്. കമാ ഖാല തആല ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ. ലഹു മുഅഖിബാതുൻ, മനുഷ്യനുണ്ട് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരത്തിൽപ്പെട്ടതാണ്. മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, മുഅഖിബാത്ത് എന്ന് പറഞ്ഞാൽ തുടരെ വരുന്ന ആളുകൾ, അവരുടെ മുൻപും പിൻപുമുള്ള മനുഷ്യന് സംരക്ഷണമായിക്കൊണ്ട് എല്ലാ രീതിയിലുമായിക്കൊണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട്. യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ആ മനുഷ്യനെ അവർ സംരക്ഷിക്കും, കാത്തു സംരക്ഷിക്കും എന്നുള്ളത്. നമ്മുടെ എല്ലാം സംരക്ഷണത്തിനായിക്കൊണ്ട് ചില മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ഹഫളത്തിന്റെ മലക്കുകൾ എന്ന് പറയും. അത് ചില ദിക്റുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ രാത്രി ആമനർ റസൂൽ പാരായണം ചെയ്ത് ഉറങ്ങുന്നവർക്ക് അവർക്ക് സംരക്ഷണമായിക്കൊണ്ട് മലക്കുണ്ടാകും എന്ന നിലക്കുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ നിലക്ക് എല്ലായ്പ്പോഴും ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും എല്ലാം നിൽക്കുമ്പോൾ മലക്കുകളുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെ സംരക്ഷണം നൽകുന്ന ഹഫളത്തിന്റെ മലക്കുകളുണ്ട്, അങ്ങനെ ഉത്തരവാദിത്തമുള്ള മലക്കുകളുമുണ്ട്. ഖാല ഇബ്നു അബ്ബാസിൻ, അങ്ങനെയുള്ള മലക്കുകളെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, മലായികത്തുൻ യഹ്ഫദൂനഹു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, മലക്കുകൾ ആ മനുഷ്യനെ സംരക്ഷിക്കുന്നു, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആയിക്കൊണ്ടെല്ലാം സംരക്ഷിക്കുന്നു. ഫൈദാ ജാഅ അംറുല്ലാഹ് ഖല്ലൗ അൻഹു, എന്നാൽ അവന്റെ മേലെ നിർബന്ധമായും നടന്നിരിക്കണം എന്ന നിലക്ക് അള്ളാഹു തീരുമാനിക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ മലക്കുകൾ സംരക്ഷണത്തിൽ മാറിപ്പോകും. അതായത് ഇപ്പൊ അവനൊരു അപകടം പറ്റണം, അല്ലെങ്കിൽ അവന്റെ ഒരു ജീവി അവനെ കടിക്കണം, അല്ലെങ്കിൽ പാമ്പോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപദ്രവം അവന് ബാധിക്കണം എന്നുള്ളത് അള്ളാഹു ഖണ്ഡിതമായി തീരുമാനിച്ച ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ മലക്കുകൾ അവനിൽ നിന്ന്, പിന്നെ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാവുമോ? ഇല്ല, അതോടെ കാര്യം സംഭവിച്ചിരിക്കും. അതല്ലാത്തപ്പോഴെല്ലാം മലക്കുകൾ സംരക്ഷണമായിട്ട് അവരോടൊപ്പം ഉണ്ടാകും. വഖാല മുജാഹിദുൻ റഹിമഹുല്ലാ, മുജാഹിദ് റഹിമഹുല്ലാ ഇതിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഇല്ലാ വമലകുൻ മുവക്കലുൻ ബിഹിഫ്ദിഹി, ഒരു അടിമയുമില്ല ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംരക്ഷണത്തിന് വേണ്ടി വെക്കാതെ, മലക്ക് സംരക്ഷണത്തിനായിട്ടുണ്ടാകും. ഫി നൗമിഹി, അവന്റെ ഉറക്കത്തിലാവട്ടെ, വയഖ്ബതിഹി, ഉണർച്ചയിലാവട്ടെ, മിനൽ ജിന്നി വൽ ഇൻസി വൽ ഹവാം, ജിന്നുകളിൽ നിന്നും മനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും, ഹവാം ഇഴജന്തുക്കളുടെ വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നാവട്ടെ, അതിനൊക്കെ സംരക്ഷിക്കാൻ മലക്കുണ്ടാകും. ഫമാ മിൻഹാ ശൈഉൻ യഅതീഹി യുരീദുഹു ഇല്ലാ ഖാല ലഹു വറാഅക്, അവനിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവത്തിനായിട്ട് ഈ നിരക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് മലക്കുകൾ അതിനോട് പറയും, വറാഅക്, ഇവനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇപ്പൊ ആമൻ റസൂൽ ചൊല്ലി ഉറങ്ങുന്ന ഒരു അടിമയാണെന്ന് വിചാരിക്കുക.
അവന് മലക്കുകൾ കാവലുണ്ടാകും. രാത്രി ഉറങ്ങുമ്പോൾ വല്ല പാമ്പോ അല്ലെങ്കിൽ ജിന്നുകളിൽ നിന്നുള്ള പിശാചുക്കളോ ഉപദ്രവങ്ങളോ എന്തെങ്കിലും വരുന്ന സമയത്ത് ആ മലക്ക് പറയും, വറാക്ക്, നീ പിന്നോട്ട് പോവുക, അവന്റെ അടുത്തേക്ക് വരരുത് പറയും. ഇല്ലാ ശൈഉൻ യഅ്ദനുല്ലാഹു തആല ഫീഹി ഫയുസീബഹ്. അള്ളാഹു തആല അനുവാദം കൊടുത്തിട്ടുള്ള ഒരു കാര്യം, അള്ളാഹു അത് അവന് സംഭവിക്കണം എന്ന് ഉറച്ചു തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, അത് വന്നു കഴിഞ്ഞാൽ അതവനെ ബാധിക്കുകയും ചെയ്യും. അതല്ലാത്ത സമയങ്ങളിലെല്ലാം സംരക്ഷണത്തിനായിക്കൊണ്ട് ഹഫവത്തിന്റെ മലക്കുകൾ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മലക്കുകളും ഉണ്ട്. വമിൻഹും, ഇനി മലക്കുകളുടെ കൂട്ടത്തിലുള്ള മറ്റൊരു കൂട്ടർ അൽ മുവക്കലൂന ബിഹിഫ്ദി അഅ്മാലിൽ ഇബാദ്, അടിമകളുടെ കർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, എഴുതി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. കമാ ഖാല തആല ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്, വലത്തും ഇടത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്നതെല്ലാം ഏറ്റുവാങ്ങുന്നവർ, അഥവാ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വാക്കുകളെല്ലാം രേഖപ്പെടുത്തുന്ന ആളുകൾ അഥവാ മലക്കുകൾ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യൻ ഒരു വാക്കും പറയുന്നില്ല, അത് റഖീബുൻ അതീദ് മേൽനോട്ടക്കാരായിട്ടുള്ള ഈ മലക്കുകൾ രേഖപ്പെടുത്താതെ, അത് സൂക്ഷിച്ചു വെക്കാതെ മനുഷ്യൻ ഒരു വാക്ക് പോലും പറയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ഇൻഫിതാറിൽ 10-12 ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞു, വഖാല തആല വഇന്ന അലൈക്കും ലഹാഫിദൂൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങളുടെ ഒപ്പം കാത്തു സൂക്ഷിക്കുന്ന രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്, മാന്യന്മാരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവരറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുമുണ്ട്. അപ്പോ മലക്കുകളെ സംബന്ധിച്ച് അവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു, അവരുടെ സിഫത്തുകൾ നമ്മൾ പറഞ്ഞു, അതിൽ ഓരോ മലക്കിന്റെ പ്രത്യേകമായിട്ടുള്ള സിഫത്ത് പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ വിഭാഗങ്ങളാണ് എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ എന്ത് കാര്യം സംസാരിക്കുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലക്ക് നമ്മുടെ ഭാഗത്തുണ്ട്, നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ളത്. ചില ആളുകൾ, കുഫാറുകൾ, അതിനെ നിഷേധിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുഖ്റുഫിലെ 80-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വ നജ്വാഹും, അവർ വിചാരിച്ചിരിക്കുകയാണോ അവരുടെ രഹസ്യവും രഹസ്യ സംഭാഷണങ്ങളൊന്നും നാം കേൾക്കില്ല എന്ന്. ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, പക്ഷേ നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്ത് അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള മലക്കുകളുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മലക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഈമാനിൽ, വിശ്വാസത്തിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങൾ സഹിഹായി വന്നിട്ടുള്ള ഖുർആനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നാം വിശ്വസിക്കണം. അടുത്ത ചില ഹദീസുകൾ, ചില അസറുകൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ കിതാബിൽ മലക്കുകളുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത്, ആ മലക്കുകൾ ഇങ്ങനെ ഉത്തരവാദിത്തമുള്ളവരുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ആ മലക്കുകളോട് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്കുകൾ, അല്ലെങ്കിൽ മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചു, ആ വിശ്വസിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയിക്കുന്ന 1-2 ഹദീസുകളാണ് കൊടുക്കുന്നത്. അതിലടുത്തത് റവാ അൽ ബസ്സാറു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ബസ്സാർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അനിത് തഅരി, അല്ലാഹു തആല നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നു നഗ്നരായി നടക്കുക, അല്ലെങ്കിൽ നഗ്നരായി നിൽക്കുക എന്നുള്ളത്. അഥവാ വസ്ത്രമൊന്നുമില്ലാതെ ആളുകൾ നമ്മുടെ നഗ്നത കാണുന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളത്, അത് വിരോധിച്ചിരിക്കുന്നു. ആ നഗ്നത വെളിവാകുന്ന രീതിയിൽ അങ്ങനെ നടക്കാൻ പാടില്ല. ഫസ്തഹ്യൂ മിൻ മലായികത്തില്ലാഹി അല്ലദീന മഅകും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ലജ്ജ കാണിക്കുക. ഇവിടെ നഗ്നത കാണിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ മുമ്പിൽ മാത്രമല്ല, നമ്മൾ ഒറ്റക്കാകുന്ന സന്ദർഭത്തിലും വസ്ത്രമില്ലാതെ അങ്ങനെ നടക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഒറ്റക്കാണ്, നമ്മുടെ റൂമിൽ ഒറ്റക്കാണ്, എന്നാലും ഒരു വസ്ത്രവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊക്കെ തഅരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്തഹ്യൂ മിൻ മലായികത്തില്ലാഹി അല്ലദീന മഅകും, ഇവിടെ പറയാണ്, ആരും നിങ്ങളെ കാണുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള മലക്കുകളെ നിങ്ങൾ ലജ്ജിക്കണം.
നിങ്ങളൊപ്പം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുണ്ട്, ഹഫളത്തിന്റെ മലക്കുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോ ആ മലക്കുകളോട് നിങ്ങൾ ലജ്ജ കാണിക്കണം. അൽ കിറാമിൽ കാതിബീൻ, അവരെങ്ങനെയുള്ളവരാണ്? ഏത് മലക്കുകളാണത്? മാന്യന്മാരായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ. അവരെപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ട്, അവരോട് ലജ്ജ കാണിക്കണം. അല്ലദീന ലാ യുഫാരിഖൂനകും, നിങ്ങളിൽ നിന്ന് വേറിട്ട് പോകാത്ത ആളുകളാണ് അവർ, നിങ്ങളിൽ നിന്ന് വേറിട്ട് പോകാത്തവരാണ്. ഇല്ലാ ഇൻദ ഇഹ്ദാ സലാസി ഹാലാത്ത്, മൂന്ന് സന്ദർഭങ്ങളിലൊഴികെ നിങ്ങളെ വിട്ടു പോകാത്ത മലക്കുകളാണ് അവർ. ഏതാണ് ആ മൂന്ന് സന്ദർഭം? ഒന്ന് അൽ ഗായിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം, കാഷ്ടിക്കുക ആ സമയത്ത്. വൽ ജനാബത്ത് എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധിക്കാരനാകുന്ന അഥവാ ഭാര്യാഭർത്തൃ ബന്ധം ആ സമയത്ത്. വൽ ഗുസ്ല്, അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഒഴികെ, ഈ മൂന്ന് സന്ദർഭങ്ങളിൽ ഒഴികെ അവരൊരിക്കലും നിങ്ങളെ വിട്ടുപോകുന്നില്ല, നിങ്ങളോടൊപ്പമുണ്ട്. ഫൈദ ഇഖ്തസല അഹദുക്കും ബിൽ അറാഇ, നിങ്ങൾ നഗ്നയായിക്കൊണ്ട് അല്ലെങ്കിൽ തുറന്ന ഒരു പ്രദേശത്ത് നിന്ന് കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു മറയില്ലാത്ത പ്രദേശത്ത് നിങ്ങൾ കുളിക്കുകയാണ് എങ്കിൽ ഫല്യസ്തതിർ ബിസൗബിഹി, അവൻ എന്ത് ചെയ്യട്ടെ? അവന്റെ വസ്ത്രം കൊണ്ട് അവന്റെ ഔറത്ത് മറക്കട്ടെ. ഔ ബിജിദ്മി ഹാഇത്തിൻ ഔ ബിഗൈരിഹി, അല്ലെങ്കിൽ അവന്റെ മതിലിന്റെ തടി കൊണ്ട് അവൻ മറ സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടും, അഥവാ ആളുകൾ കാണുന്ന രീതിയിൽ നഗ്നരായിക്കൊണ്ട് കുളിക്കാൻ പാടില്ല. കുളിക്കുമ്പോൾ നഗ്നത വെളിവാകുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഒരിക്കലും എന്താകാൻ പാടില്ല? പൊതുവായി മറ്റുള്ളവർ കാണുന്ന തരത്തിൽ നഗ്നത കാണിക്കാൻ പാടില്ല. പക്ഷെ മലക്കുകൾ മാറി നിൽക്കുന്ന സമയം ഈ മൂന്ന് സമയത്താണ് രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവനിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം. കാരണം അവർ ലജ്ജ കാണിക്കുന്നത് കൊണ്ട് നിർബന്ധമായി മനുഷ്യന്റെ ഔറത്ത് വെളിവാകുന്ന സമയമാകുന്നതുകൊണ്ട്, കാഷ്ടിക്കുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ ആ സമയം ഒഴികെ ഈ മലക്കുകൾ ഒപ്പം ഉണ്ടാകുമെന്നുള്ളത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. കാരണം ആ മലക്കുകളോട് ലജ്ജ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്കുമെല്ലാം അവർ സാക്ഷികളാണ്. നമ്മൾ രഹസ്യത്തിൽ പറയുന്ന വാക്കുകൾ, തെറ്റായിട്ടുള്ള വാക്കുകൾ, മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ, അതിന് മലക്കുകൾ സാക്ഷികളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ദാഉദ് ദവായിൽ ഇതുപോലുള്ള ഹദീസുകളും അസ്റുകളും കൊടുത്തിട്ട് പാപത്തിന്റെ അനന്തരഫലമായിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു കാര്യമാണ് മലക്കുകൾ അവനിൽ നിന്ന് അകന്നു പോകുന്നു. അഥവാ ഒരു പാപം ചെയ്യുന്ന സമയത്ത് ഈ മലക്കുകൾ അവന്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടേ ഇത് രേഖപ്പെടുത്തുള്ളൂ. കാരണം അത്രയും അറപ്പായിരിക്കും അവനോട് മലക്കുകൾക്ക് ഉണ്ടാവുക എന്ന് കാണാം. അതുമായി ബന്ധപ്പെട്ട് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, മഅന ഇക്റാമിഹിം, അവരെ ആദരിക്കുക, മലക്കുകളോട് ഇക്റാം കാണിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അൻയസ്തഹ്യ മിൻഹും, അവരോട് ലജ്ജ കാണിക്കുക. ഫലാ യുംലി അലൈഹിമൽ അഅമാലുൽ ഖബീഹത അല്ലതി യക്തുബൂനഹാ, അവരുടെ മേലെ എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്, അവർ എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. എങ്ങനെയുള്ള കാര്യങ്ങൾ? അൽ അഅമാൽ അൽ ഖബീഹ, മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലതി യക്തുബൂനഹ, അവർ രേഖപ്പെടുത്തുന്നത്. അവർക്ക് എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തിയേ തീരുള്ളൂ. അപ്പൊ ആ രേഖപ്പെടുത്തുന്ന കർമ്മങ്ങൾ, വാക്കുകൾ മ്ലേച്ഛമായത്, അവർ അങ്ങനത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ആ മലക്കുകളോട് കാണിക്കുന്ന ലജ്ജയാണ്, അവരോട് കാണിക്കുന്ന ഒരു ഇക്റാമാണ്. ഫഇന്നല്ലാഹ ഖലഖഹും കിറാമൻ ഫീ ഖൽഖിഹിം വഅഖ്ലാഖിഹിം, അവരുടെ സൃഷ്ടിപ്പിലാവട്ടെ അവരുടെ സ്വഭാവത്തിലാവട്ടെ മാന്യന്മാരായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് പാപങ്ങൾ ചെയ്യുന്ന സമയത്ത് മലക്കുകൾ അതിന് സാക്ഷിയാണ്. അതുകൊണ്ടാണ് മലക്കുകൾ വെറുപ്പോടുകൂടി അവനിൽ നിന്ന് ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അകന്നു നിൽക്കും. രേഖപ്പെടുത്തുമെങ്കിലും അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറയുന്നത്. ثم قال ما معناه إن من كرمهم, അതുപോലെ തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാ അതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഈ ബിദായ വ നിഹായയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നഹും ലാ യദ്ഖുലൂന ബൈതൻ ഫീഹി കൽബുൻ, അതുപോലെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. മലക്കുകളോട് കാണിക്കേണ്ട ഇക്റാമുണ്ട്. മലക്കുകളുണ്ട്, നമ്മൾ വിശ്വസിച്ചല്ലോ. മലക്കുകളുടെ വിശേഷങ്ങൾ വിശ്വസിച്ചു, പേര് വിശ്വസിച്ചു, അവരുടെ ജോലികൾ വിശ്വസിച്ചു. അപ്പൊ ആ വിശ്വാസത്തിന്റെ സമറത്തായിക്കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളാണ് അവരോട് ലജ്ജ കാണിക്കുക, അവരോട് ഇക്റാം കാണിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞ തഅരി, നഗ്നനായിട്ട് നമ്മൾ നടക്കാൻ പാടില്ല. നമ്മുടെ റൂമിൽ ആരും ഇല്ലാച്ചിട്ട് നമ്മൾ ഒന്നുകൂടാതെ അങ്ങോട്ട് നടക്കാനൊന്നും പറ്റൂല. നമ്മൾ വസ്ത്രം കൊണ്ട് മറച്ചിരിക്കണം. ഈ മൂന്ന് സന്ദർഭത്തിൽ നിർബന്ധമാണ്, നഗ്നത വെളിവാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതും മറ്റുള്ള ആളുകളിൽ നിന്ന് മറ സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ
ഇനി വേറെ ചില കാര്യങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ മലക്കളോട് കാണിക്കേണ്ട ഇക്റാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളുടെ ആശയം പറയുകയാണ്. ലാ യദ്ഖുലൂന ബൈതൻ ഫീഹി കൽബുൻ, നായയുള്ള വീട്ടിൽ ആര് കയറില്ല? മലക്കുകൾ കയറില്ല. റഹ്മത്തിന്റെ മലക്കുകൾ അല്ലെങ്കിൽ മാന്യന്മാരായിട്ടുള്ള സൃഷ്ടികളായിട്ടുള്ള മലക്കുകൾ നായയുള്ള വീട്ടിൽ കയറില്ല. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം വരാതായപ്പോൾ ഉണ്ടായ ചില സന്ദർഭത്തിൽ കാണാം, കട്ടിന്റെ അടിയിൽ നായ ഉണ്ടായിരുന്ന അവസ്ഥയിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരാതിരുന്നു എന്നുള്ള ചില സംഭവങ്ങളൊക്കെ കാണാം. നായയുള്ള വീട്ടിൽ മലക്കുകൾ കയറില്ല. വലാ സൂറത്തുൻ, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, രൂപങ്ങൾ, പ്രദർശിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള വസ്തുക്കളുള്ള വീട്ടിലും മലക്കുകൾ കയറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആ രൂപങ്ങളും ചിത്രങ്ങളും എല്ലാം നമ്മൾ ഒഴിവാക്കണം. ഇനി എന്തെങ്കിലും അത്യാവശ്യമായിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിനെ മറച്ചു വെക്കുന്ന അവസ്ഥയിലായിരിക്കണം ഉണ്ടാകുന്നത്. പ്രദർശിപ്പിച്ച് എന്തെങ്കിലും ചില ഇപ്പോൾ പൈസയിൽ ചിലപ്പോൾ നാട്ടിൽ ചില നാടിന്റെ പൈസയിൽ ചിത്രം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതിനെ മറച്ചു വെക്കുന്ന, പ്രദർശിപ്പിക്കുന്ന അവസ്ഥയിൽ ഇല്ലാതിരിക്കുക എന്നുള്ളത്. വല ജുനുബുൻ, അഥവാ പിന്നെ വലിയ അശുദ്ധിക്കാരൻ. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, വലിയ അശുദ്ധിക്കാരനുള്ള വീട്ടിലേക്ക് മലക്കൾ പ്രവേശിക്കില്ല എന്നുള്ളത്. അത് ഉദ്ദേശിക്കുന്നത് ഒരാൾ വലിയ അശുദ്ധിക്കാരനാകരുത് എന്നല്ല. വലിയ അശുദ്ധിക്കാരനായാൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താവുക? അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാ തിംസാൽ, തിംസാൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹം, അതുപോലെയുള്ള കാര്യങ്ങൾ. ലാ യസ്ഹബൂന റഫഖതൻ മഅഹും കൽബുൻ ഔ ജറസുൻ, അതുപോലെ തന്നെ മലക്കുകൾ ഒരു യാത്രാ സംഘം, ആ യാത്രാ സംഘത്തിനോടൊപ്പം നായ ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ജറസ് പറഞ്ഞ ബെല്ല്, മണി, അത് ആ ബെല്ല്, അത് അങ്ങനെ ആ ബെല്ലിന്റെ ആ ഇതുള്ളതും, ബെല്ല് ഉദ്ദേശിച്ചത് അങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കുന്നത്, അത് പിശാചിന്റെ സംഗീതമാണെന്നെല്ലാം ഹദീസിൽ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അന്ന് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒട്ടകത്തിന്റെയോ അല്ലെങ്കിൽ കുതിരയുടെ ഒക്കെ കഴുത്തുകളിലൊക്കെ ഇങ്ങനെ എന്ത് കെട്ടാറുണ്ട്? ഈ മണി കെട്ടാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അങ്ങനെയുള്ള യാത്രാ സംഘത്തിനോടൊപ്പം എന്തുണ്ടാവില്ല? മലക്കുകൾ ഉണ്ടാകില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? മലക്കുകളുള്ള വിശ്വാസം ഉണ്ട് എങ്കിൽ, അത് ശരിയായി കഴിഞ്ഞാൽ അതിന്റെ സമറത്തായിക്കൊണ്ട്, അതിന്റെ വിഭവമായിക്കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാണ്. ഇനി മലക്കുകൾ മനുഷ്യരോടൊപ്പം ഉണ്ടാകുന്ന അല്ലെങ്കിൽ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഈ ഹദീസ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി വായിക്കാം. വറവാ മാലിക്കും വൽ ബുഖാരി വ മുസ്ലിം عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ, നിങ്ങളിലേക്ക് തുടരെ തുടരെയായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രിയുടെ മലക്കുകളും പകലിന്റെ മലക്കുകളും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ടല്ലോ, കാര്യങ്ങൾ രേഖപ്പെടുത്താനും അതല്ലാത്ത മനുഷ്യന്റെ കർമ്മങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് മലക്കുകളുണ്ട്. അപ്പൊ പകലിൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മലക്കുകളുണ്ട്, രാത്രിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മലക്കുകളുണ്ട്. അപ്പൊ പകലിന്റെ മലക്കുകൾ എത്തുന്ന സമയമാണ് ഫജ്റിന്റേത്, പകലിന്റെ മലക്കുകൾ പോകുന്ന സമയമാണ് അസ്റിന്റേത്, രാത്രിയുടെ മലക്കുകൾ വരുന്ന സമയമാണ് അസ്റിന്റേത്, പോകുന്ന സമയമാണ് ഫജ്റിന്റേത്. അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മലക്കുകൾ തുടരെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ വ സ്വലാത്തിൽ അസ്ർ, ഈ രണ്ട് കൂട്ടം മലക്കുകളും ഒരുമിച്ചുണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് ഫജ്റിന്റെയും അസ്റിന്റെയും സമയത്താണ്. ثم يعرج إليه الذين باتوا فيكم, അങ്ങനെ ആ സമയത്ത് അത്ര നേരം ഉണ്ടായിരുന്നവർ ആരാണോ, അപ്പൊ ഫജ്റിന്റെ സമയമായി കഴിഞ്ഞാൽ രാത്രിയിലൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ തിരിച്ചു പോകും. ഫയസ്അലുഹും വഹുവ അലമു കൈഫ തറക്തും ഇബാദി, ആ മലക്കുകൾ, ഇപ്പൊ രാത്രിയിൽ ഉണ്ടായിരുന്ന മലക്കുകൾ ഫജ്റിന്റെ സമയത്ത് പോയി, പകലിനുള്ള മലക്കുകൾ വന്നു. ആ ഫജ്റിന്റെ സമയത്ത് രണ്ടു കൂട്ടരും ഉണ്ട്. അങ്ങനെ രാത്രിയുടെ മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പോകുമ്പോൾ ഫയസ്അലുഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും. വഹുവ അലം, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. അള്ളാഹുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ഒരാളോട് ചോദിക്കുക എന്തിനാണ്? നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് എന്തിനാണ്? അള്ളാഹു തആലക്ക് പെരുമ കൊള്ളാനും അള്ളാഹുവിന്റെ കഴിവിനെ കാണിക്കാനുമാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിനെ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. അതാണ് വഹുവ അലം എന്ന് പറയുന്നത്. അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. പക്ഷെ എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത്? നിങ്ങൾ പോരുന്ന സമയത്ത് അടിമ എങ്ങനെയായിരുന്നു? ഫയഖൂലൂൻ, അപ്പൊ ആ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരെ വിട്ടു പോകുന്നത്, അവർ ഫജ്ർ നിസ്കരിക്കുമ്പോൾ. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോയ സമയത്തും അവർ നിസ്കരിക്കുകയായിരുന്നു അസറിന്റെ സമയത്ത് എന്ന് പറഞ്ഞു. അതാണ് ഫജ്റിന്റെയും അസറിന്റെയും നിസ്കാരത്തിന്റെ ഫദ്ല് ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ പ്രത്യേകമാവാനുള്ള കാരണം എന്ന് പറഞ്ഞു.
വഫി റിവായത്തിൻ മറ്റൊരു റിവായത്തിൽ അന്ന അബാ ഹുറൈറ ഖാല ഇഖ്റഉ ഇൻ ശിഅ്തും അതിനൊരു തെളിവായിക്കൊണ്ട് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് സൂറത്തുൽ ഇസ്രായിലെ 78ാമത്തെ ആയത്ത് വഖുർആനുൽ ഫജ്രി ഇന്നൽ ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദാ ഫജ്ർ സമയത്തുള്ള ഖുർആൻ പാരായണം അത് നിസ്കാരത്തിലെയാണെന്നും അതല്ല ആ സമയത്ത് പാരായണം ചെയ്യുക എന്നുള്ളതാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അത് മഷ്ഹൂദ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. കാരണം ഈ രണ്ട് മലക്കുകളും ഫജ്റിൽ ഉറക്കോദന ഖുർആൻ പാരായണമുള്ളതാണ്. അസനെന്തില്ല ഉറക്കോദനയില്ല. അപ്പൊ ആ ഖുർആൻ പാരായണം ഫജ്ർ നിസ്കാരത്തിൽ ഈ രണ്ടു കൂട്ടം മലക്കുകളും സാക്ഷ്യം വഹിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഖുർആൻ നിസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നത് ഏത് നിസ്കാരത്തിലായിരുന്നു? ഫജ്റിലായിരുന്നു. 100 ആയത്തുകൾ വരെ ഒരക്കായത്തിൽ പാരായണം ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. ഫജ്ർ കഴിയുമ്പോഴേക്ക് തുലൂ ആകുന്ന സമയം വരെ സ്വഹാബികളുടെ അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ഖിലാഫത്തിന്റെ കാലത്ത് അത്രയും അവർ പാരായണം ചെയ്തിരുന്നതായിട്ടൊക്കെ റിവായത്തുകൾ കാണാം. 100 ആയത്ത് വരെ പാരായണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകത അതാണെന്ന്. അപ്പോൾ മലക്കുകൾ ആ സമയത്ത് ഒക്കെ വരുന്നുണ്ട് എന്നറിയിക്കുന്ന ഹദീസാണ്. മറ്റൊന്ന് മലക്കുകൾ അവരുടെ അമലുകളായിട്ട് അല്ലെങ്കിൽ അവരുടെ മേലെയുള്ള ബാധ്യതയായിട്ട് ചെയ്യുന്ന ഒരു കാര്യവും എന്നാൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വറവാ ഇമാം അഹ്മദ് വ മുസ്ലിം ഹദീസു മജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ അറിയപ്പെട്ട ഒരു ഹദീസാണ് ഈ വന്നിട്ടുള്ളത്. എല്ലാവരും കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. മജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ ഒരു കൂട്ടർ അവർ അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഒരു മസ്ജിദിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ എന്താ മസ്ജിദാണ്. ആ മസ്ജിദിൽ ഒരുമിച്ച് കൂടുകയാണ്. യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും അവർ ആ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. യതദാറസൂനഹു ബൈനഹും അവർ പരസ്പരം അതിനെക്കുറിച്ച് പഠിക്കുന്നു, അതിന്റെ തഫ്സീർ പഠിക്കുന്നു, അത് ഹിഫ്ളാക്കുന്നു, അതിന്റെ തജ്വീദ് പഠിക്കുന്നു, തഫ്സീർ പഠിക്കുന്നു. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പോലെയുള്ളവർ പറഞ്ഞു അതിൽ നിന്നുള്ള ശർഈയായ അഹ്കാമുകൾ പഠിക്കുന്നു, അതിന്റെ വിശദീകരണമായ ഹദീസുകൾ ദീനിയായ ഇൽമുകൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നില്ല, ഒരു കൂട്ടർ പഠിക്കുന്നില്ല. എന്തല്ലാതെ ഇല്ല നസലത് അലൈഹിമുസ് സക്കീന അവരിലേക്ക് സക്കീനത്ത് ഇറങ്ങാതെ ഒരു മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കുന്ന സമാധാനത്തിന്റെ അവന്റെ ആ ഒരു ശാന്തതയുടെ മഹത്തായിട്ടുള്ള ഒരവസ്ഥയാണ് സക്കീനത്ത് എന്നുള്ളത്. അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഒരടിമ അവന്റെ ഈമാന് കൊണ്ടും അമാല് കൊണ്ടും എത്തിച്ചേരുന്ന ഒരു മർത്തബയാണ് അത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മദാരിജ് സാലിക്കീനെല്ലാം മൻസിലത്തു സക്കീന എന്ന് പറഞ്ഞിട്ട് ഒരു മൻസിലത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ മനസ്സിന് അനുഭവിക്കുന്ന ഒരു സമാധാനമാണത്. അദ്ദേഹം അതിൽ ചേർന്ന വാക്കുകളാണ് ഒരു തൂവൽ കാറ്റിൽ പാറി നടക്കുന്നത് പോലെ അത്രയും ലോലമായ അവസ്ഥയിൽ ഒരാളുടെ ഹൃദയം മാറിപ്പോകുന്ന ഒരവസ്ഥ, അതാണ് സക്കീനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് നല്ല രീതിയിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശാന്തത അവർക്ക് ചുറ്റും അവരിലേക്ക് ഇറങ്ങും, ആ പഠിക്കുന്ന ആളുകളിലേക്ക്. വഗശിയത്തുഹുമുർ റഹ്മ കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയും, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം അവരെ ചുറ്റിപ്പൊതിയും. വഹഫത്ഹുമുൽ മലായിക മലക്കുകൾ അവരുടെ ചിറക് താഴ്ത്തിക്കൊണ്ട് അവരെ പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മലക്കുകൾ അവരിലേക്ക് വന്നെത്തും. അവരെ പൊതിഞ്ഞ് ചിറകുകൾ താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാകും. അവരുടെ മേലെ ചിറകുകൾ കൊണ്ട് തണലിടുന്ന അവസ്ഥയിൽ അവർക്ക് ചുറ്റുമായിക്കൊണ്ട് മലക്കുകൾ എത്തുന്നതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ അടുക്കലുള്ള ഹൗലുൽ അർശിലുള്ള ഹമലത്തുൽ അർശിലുള്ള മലക്കുകളുടെ അടുക്കൽ ഈ ആളുകളെ പറ്റി അള്ളാഹു തആല പരാമർശിക്കും. എന്നിട്ട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ബത്തഅ ബിഹി അമലുഹു ആരെങ്കിലും അവന്റെ കർമ്മങ്ങൾ കൊണ്ട് മെല്ലെയായാൽ, ബത്ത എന്ന് പറഞ്ഞാൽ മെല്ലെയാവുക, പതുക്കെയാണ് എങ്കിൽ, അഥവാ കർമ്മങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, കുറച്ചേ ചെയ്യുന്നുള്ളൂ, വലിയ താല്പര്യം കാണിക്കുന്നില്ല, അങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുക്കുന്നത് എങ്കിൽ ലം യുസ്രി ബിഹി നസബുഹു അവന്റെ കുടുംബ പാരമ്പര്യം കൊണ്ടോ അവന്റെ നസബ് കൊണ്ടോ അവനെന്ത് മുന്നോട്ട് പോവുകയില്ല എന്നുള്ളത്. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും വില കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല കുടുംബത്തിൽ ജനിച്ചവനാണ്, നല്ല തറവാട്ടിൽ ജനിച്ചവനാണെന്നുള്ളതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനം കിട്ടുമോ? ഇല്ല. അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടണമെങ്കിൽ അമല് കൊണ്ട് മുന്നിടണം. അപ്പൊ അമല് കൊണ്ട് ബിന്ദി നിൽക്കുന്ന ഒരാൾ അവന്റെ കുടുംബ മഹിമ കൊണ്ട് മുന്നിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. അവൻ എന്തേ ആവുകയുള്ളൂ? പിന്നിലാകുന്ന അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഈ ഹദീസ് ഒരുപാട് ഫായിദകളുള്ള ഒരു ഹദീസാണ്. ഇതിൽ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് മലക്കുകൾ
സമാധാനമേകുന്ന ചുറ്റിപ്പൊതിയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത് അള്ളാഹുവിന്റെ ബൈത്തിൽ വെച്ച്, മസ്ജിദിൽ വെച്ച് ഖുർആൻ പഠിക്കുന്ന, ദീന് പഠിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതല്ലാതെയും ഇതേ ആശയത്തിൽ ചില ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചില മലക്കുകളുണ്ട്, ജവ്വാലൂന ഫിൽ അർദ്, ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ. അവർ എന്തിനാ സഞ്ചരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിക്റിന്റെ സദസ്സുകളുണ്ടോ, മജ്ലിസുകളുണ്ടോ, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ പരാമർശിക്കുന്ന, ദീന് പഠിക്കുന്ന അങ്ങനെ സദസ്സുകളുണ്ടോ നോക്കും. അങ്ങനെ ആ സദസ്സുകളെ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ വന്നിരിക്കും, ആ സദസ്സിൽ അവർ പങ്കെടുക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവരെന്താണ് ചെയ്യുന്നത്? അവർ ഹലാലും ഹറാമും പഠിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അവരെന്താണ് ചോദിക്കുന്നത്? അവർ സ്വർഗം ചോദിക്കുന്നുണ്ട്. അവർ സ്വർഗത്തെ കണ്ടിട്ട് ചോദിക്കും, ഇല്ല എന്ന് പറയും. എന്തെന്നാ ചോദിക്കുന്നത്? നരകത്തു നിന്നാണ്. അവർക്ക് നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയും. അപ്പോൾ അള്ളാഹു തആല അങ്ങനെ കുറെ കാര്യങ്ങൾ, വളരെ മഹത്തായിട്ടുള്ള ഒരു ഹദീസാണ്. അങ്ങനെ പറയും, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടാൽ എങ്ങനെയായിരിക്കും? അവർ കൂടുതൽ ഇബാദത്ത് ചെയ്യുമെന്ന് പറയും. അള്ളാഹു തആല പറയും, അവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, ആ സദസ്സിലിരിക്കുന്നവർക്കൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു പറയും. അപ്പൊ മലക്കുകൾ പറയും, ആ സദസ്സിൽ ഒരാളുണ്ട്, അവനാ ഇൽമിന്റെ സദസ്സായിട്ട് വന്നോന്നല്ല, എന്തോ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു തആല പറയും, അവനും പുറത്തു കൊടുക്കും. അതിൽപ്പെട്ട ഒരാൾക്കും എന്തുണ്ടാവില്ല, അതിന് അത് കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. ഇൽമിന്റെ സദസ്സുകൾക്ക് അത്ര ഫضലുണ്ട്. ഇൽമിന്റെ സദസ്സിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മറ്റെന്തിനേക്കാൾ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഒരാൾ പാപിയായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനൊരു ഇൽമിന്റെ സദസ്സിൽ അയാൾ ഇരുന്നു. അയാൾ അവിടെ ഓർമ്മപ്പെടുത്തലുകൾ കേട്ടു, അള്ളാഹുവിന്റെ വഅദും വഈദും താക്കീതുകളും വാഗ്ദാനങ്ങളൊക്കെ കേട്ടു. അയാൾ തൗബ ചെയ്തിട്ട് അവിടുന്ന് മടങ്ങി, എന്നിട്ട് തിരിച്ചു വീട്ടിലെത്തി. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പാപിയായിക്കൊണ്ട് പാപങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയത്. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ഒന്നുമില്ലാതെയാണ് തിരിച്ചു പോയത്, പാപം പുറത്തു കിട്ടിയ അവസ്ഥയിലായിരിക്കും. അതിന് കാരണം ഇൽമിന്റെ സദസ്സാണ്. ഇൽമിന്റെ സദസ്സിൽ ഇരുന്നാൽ മാത്രമാണ് നമുക്കിനി എല്ലാം അറിയാമെന്ന് വിചാരിക്കുക, എന്നിരുന്നാലും നമുക്ക് അവിടെ കിട്ടുന്ന ആ പ്രതിഫലം, ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ, സക്കീനത്ത്, റഹ്മത്ത്, ആ കാര്യങ്ങൾ. അതല്ലാതെ ഒരു ഇൽമിന്റെ സദസ്സിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ലഭിക്കാതെ, അല്ലെങ്കിൽ ഈമാനിനെ പുതുക്കുന്ന എന്തെങ്കിലും ഒരു പ്രേരണ ലഭിക്കാതെ, ഒരു ദിക്ർ, ഒരു ദുആ, അല്ലെങ്കിൽ ഒരു അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് പുതുതായ ഒരു സുന്നത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയം, എന്തെങ്കിലും ഒരു അഹ്കാം ഒന്നും കിട്ടാതെ നമുക്കൊരു സദസ്സ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൽമിന്റെ സദസ്സുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബാബ് ഇവിടെ മലക്കുകളുമായി ബന്ധപ്പെട്ട് മലക്കുകൾ ആ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അടുത്ത അവസാനത്തെ ഹദീസ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് വഫിൽ മുസ്നദ്, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. വഫിൽ മുസ്നദ് വസുനൽ ഹദീസ് ഇന്നൽ മലായിക ലതളഉ അജ്നിഹതഹാ. ഈ മുസ്നദ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇമാം അഹ്മദിന്റെ മുസ്നദാണ്. സുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എന്തിനെ പറയാറുള്ളത്? സുനൻ എന്ന് പറഞ്ഞാൽ 4 കിതാബുകളാണ്. ബുഖാരി, മുസ്ലിം ഒഴികെയുള്ള ബാക്കി 4, തിർമിദി, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി. ഇതിന് പൊതുവെ പറയാറുണ്ട്. തിർമിദിയുടെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം കാണാം, ജാമി ആണോ സുനനാണോ എന്നുള്ള വിഷയത്തിൽ. حديث إن الملائكة لتضع أجنحتها لطالب العلم رضا بما يصنع والأحاديث في ذكرهم عليهم السلام كثيرة جدا. ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണത്. ഇന്നൽ മലായിക്കത്ത, മലക്കുകൾ, ലതളഉ അജ്നിഹതഹ, അവരുടെ ചിറകുകൾ താഴ്ത്തും, അഥവാ അവരുടെ വിനയം, താഴ്മ കാണിക്കാൻ വേണ്ടി. ആരുടെ മുമ്പിൽ? ലിതാലിബിൽ ഇൽം, ഇൽമ് നേടുന്ന ഒരാളുടെ വേണ്ടി. റിളൻ ബിമാ യസ്നഉ, അവൻ ചെയ്യുന്ന കാര്യത്തിനോടുള്ള തൃപ്തി കാരണത്താൽ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നതാണ്. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവസാനം പറയുന്നത്, മലക്കുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഇതുപോലെ ധാരാളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു ബാബിൽ മലക്കുകളുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണമെന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അത് ഈമാൻ കാര്യങ്ങൾ പെട്ടതാണ്. എപ്പോഴാണ് മനുഷ്യർ മലക്കുകളെ കാണുക, ആ മലക്കുകളുടെ വിശേഷണങ്ങൾ, അങ്ങനെയുള്ള ആയത്തുകൾ ആദ്യം കൊടുത്തു. ഓരോ മലക്കുകളെ പറ്റി പറഞ്ഞു. മൊത്തത്തിൽ മലക്കുകളുടെ ജോലികളും കാര്യങ്ങളും പറഞ്ഞു. ആ മലക്കുകളുടെ വിശ്വാസം ഉണ്ട് എങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് അവരോട് ലജ്ജ കാണിക്കണം. അത് പാപങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും നഗ്നരായി നടക്കാതെയും അതുപോലെയുള്ള കാര്യങ്ങൾ, ഹദീസിൽ വന്നിട്ടുള്ള വീട്ടിൽ നായ ഉണ്ടാവാതിരിക്കുക, അതുപോലെ തന്നെ ചിത്രവും രൂപവും വിഗ്രഹങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക, വലിയ ശുദ്ധിയിൽ നിന്ന് വേഗം ശുദ്ധിയാകാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരാമർശിച്ചു. അടുത്ത ബാബ്
ബാബു അൽ വസിയ്യതി ബികിതാബില്ലാഹി തആല ബികിതാബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മൾ പറഞ്ഞു, ഖദറിലുള്ള വിശ്വാസം പറഞ്ഞു, മലായികത്തുകളുടെ വിശ്വാസം പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട അടുത്ത ഏതാണ്? ഉസൂൽ ഈമാൻ, കിതാബുകളുള്ള വിശ്വാസമാണ്. എന്നാൽ ഉസൂൽ ഈമാൻ 6 കാര്യങ്ങളെ പറയുന്നത് പോലെയല്ല ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമുക്ക് ഇറങ്ങിയിട്ടുള്ള കിതാബായിട്ടുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ ആദ്യം ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഒരായത്ത് കൊടുത്തിട്ടുണ്ട്. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാഅ ഖലീലൻ മാ തദക്കറൂൻ. സൂറത്തുൽ അറാഫിലെ 3-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബ് കൊണ്ട് വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വസിയ്യത്താണ്. ഖുർആൻ കൊണ്ടും ഖുർആന്റെ വിശദീകരണമായ സുന്നത്ത് കൊണ്ടും അള്ളാഹു തആല നൽകിയിട്ടുള്ള വസിയ്യത്താണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നൽകിയിട്ടുള്ള വസിയ്യത്തുകളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഈ ഖുർആൻ എന്നുള്ളത് സഹോദരങ്ങളെ, ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളാണ്. മറ്റെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എന്നാൽ ഖുർആൻ മാത്രമാണ് അള്ളാഹുവിന്റെ സിഫത്തായ കലാമായി കൊണ്ടിവിടെയുള്ളത്. അത് അള്ളാഹുവിൽ നിന്ന് വന്നതും അള്ളാഹുവിലേക്ക് മടങ്ങുന്നതുമായ കാര്യമാണ് ഖുർആൻ എന്നുള്ളത്. മുസ്ഹഫ് അല്ല, 2 ചട്ടക്കകത്തുള്ള മുസ്ഹഫ് എന്നല്ല നമ്മൾ പറയുന്നത്. ഖുർആനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് ലഫ്ദും സൗത്തുമോടുകൂടി, അഥവാ വാക്കുകളോടുകൂടി, ശബ്ദത്തോടുകൂടി അള്ളാഹു തആല പറഞ്ഞ് അത് ജിബ്രീൽ അലൈഹിസ്സലാം കേട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത് സ്വഹാബികൾ അത് കേട്ട് പഠിച്ച് മുതവാത്തിറായിക്കൊണ്ട്, അഥവാ ഒരു വലിയ സംഘം സ്വഹാബികൾ വലിയ സംഘം താബീങ്ങളിലേക്ക് അങ്ങനെ എത്തിച്ചു കൊടുത്ത കാര്യമാണ് ഖുർആൻ എന്നുള്ളത്. 7 ഹർഫുകളിലും 10 ഖിറാഅത്തുകളിലുമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ 7 ഹർഫുകളുണ്ട്. അതുപോലെ തന്നെ 7 ഹർഫുകൾ ഉൾക്കൊള്ളുന്ന 10 ഖിറാഅത്തുകളിലായിക്കൊണ്ട് ഖുർആൻ ഇന്ന് മുതവാത്തിറായ നിലക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 10 ഖിറാഅത്തുകൾ, വ്യത്യസ്ത ഇമാമിയങ്ങൾ, ഓരോ ഇമാമിയങ്ങൾക്കും 2 റിവായത്തുകളായിക്കൊണ്ട് 20 റിവായത്തുകളിൽ ഖുർആനിന്റെ പാരായണമുണ്ട്. ഖുർആന്റെ പാരായണ നിയമങ്ങൾ 10 ഖിറാഅത്തുകളിൽ, അത് തജ്വീദിന്റെ നിയമങ്ങൾ, ചില വാക്കുകൾ വന്നിട്ടുള്ള രീതി, അതിന്റെ ആശയങ്ങൾ വന്നിട്ടുള്ള രീതി, ആ വ്യത്യാസത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ഖുർആൻ എന്നുള്ളത് പലർക്കും അറിയാം. ഖുർആനെ കുറിച്ച് ആയത്തിലൊരു പഠനം നമ്മൾ നടത്തിയിട്ടുമില്ല. കാരണം ഖുർആന്റെ തഫ്സീർ പഠിക്കുന്നതിലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പൊതുവേ വളരെ കുറവാണ്, മലയാളികൾക്കിടയിൽ വളരെ കുറവാണ്. പുറത്തൊക്കെ അറബികൾക്കിടയിൽ പിന്നെയും ഖിറാഅത്തുകൾ പഠിക്കലും അത് പാരായണം ചെയ്യലും ഒക്കെ കാണാം. നമ്മുടെ പിന്നെ നാട്ടിൽ ഒരു ഖിറാഅത്ത് മാത്രമേ ഉള്ളൂ, ഹഫ്സൻ ആസിം, ആ ഒരു ഖിറാഅത്ത് മാത്രമേയാണ് എല്ലായിടത്തും, അതാണ് ലോകത്ത് അധികവും. പക്ഷേ മറ്റുള്ള ഖിറാഅത്തുകൾ തഫ്സീറിന്റെ മേഖലയിലൊക്കെ ഒരു ആശയത്തെ മനസ്സിലാക്കുന്നതിലും ഖുർആനെ മനസ്സിലാക്കുന്നതിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഖുർആനിനെ മുറുകെ പിടിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള വസിയ്യത്തുകളാണ് ഇതിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള വസിയ്യത്ത് സൂറത്തുൽ അറാഫിലെ 3-ാമത്തെ ആയത്താണ്. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണം, മാ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത്, വലാ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാഅ, അള്ളാഹുവിന് പുറമെ അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിന് പുറമെ മറ്റൊന്നിനെയും നിങ്ങൾ രക്ഷാധികാരികളായി സ്വീകരിച്ച് നിങ്ങൾ പിൻപറ്റരുത്. ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളൂ. അതായത് നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഖുർആനെ മുറുകെ പിടിക്കല്ലാതെ ഒരു മാർഗവുമില്ല, ഖുർആനെ പിൻപറ്റല്ലാതെ ഒരു മാർഗവുമില്ല. അതിന്റെ വിശദീകരണമാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. ഖുർആനാണ് അസ്ലുൽ ഇൽമ്. ഇൽമിന്റെ അസ്ൽ എന്താണ്? ഖുർആനാണ്. ഈ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്താണ് ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ പറഞ്ഞു എന്താണ്? അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ ആരാധിക്കണം. അതിനുവേണ്ടി അള്ളാഹു ഇറക്കിയ കാര്യം എന്താണ്? ഖുർആനാണ്. ആ ഖുർആനെ വിശദീകരിക്കാനാണ് ആരയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത് പഠിപ്പിച്ചു കൊടുക്കാൻ. ആ വിശദീകരണങ്ങളാണ് ഹദീസുകൾ ഉള്ളത്. അപ്പൊ നമ്മുടെ 2 പ്രമാണങ്ങൾ ഖുർആനും ഹദീസാണ്. ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പുറത്തെടുക്കുന്ന അഹ്കാമുകളാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ആ ഫിഖ്ഹ് 2 തരത്തിലുണ്ടാകും.
ഫിഖുൻ അക്ബറും ഫിഖുൻ അസ്ഗറും. ഫിഖുൻ അക്ബർ എന്ന് പറഞ്ഞാൽ അഖദിയായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫിഖുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. ഈ മൂന്നെണ്ണത്തിനാണ് ഇൽമു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അസ്ൽ ഏതാണ്? ഖുർആനാണ്. ഖുർആന്, ഹദീസ്, അതിൽ നിന്ന് പുറത്തെടുക്കുന്ന ഫിഖ്, ആ ഫിഖിനെ അഖീദപരമായിട്ടും കർമ്മപരമായിട്ടും രണ്ടായി തിരിക്കുന്നു. ഇതാണ് ഇൽമ്. അപ്പൊ അതിന്റെ അസ്ല് ഖുർആനാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുലേക്ക് അടുക്കാനും സാധിക്കുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനം എന്ന നിലക്ക് അതിന് വിശദീകരണമായ ഹദീസുകളും മറ്റുള്ള കാര്യങ്ങളും അവിടെ ആവശ്യമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ വസിയത്ത് ചെയ്യുന്നു, ആ ഖുർആനെ നിങ്ങൾ പിൻപറ്റുക, അതല്ലാത്ത പിഴച്ചതിലേക്ക് നിങ്ങൾ പിൻപറ്റരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചില വസിയത്തുകളിലേക്കാണ് പറയുന്നത്. അൻ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതബ ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബ നിർവഹിക്കുകയാണ്. അതിൽ അള്ളാഹുവിനെ ഹംദ് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു. ثم قال, എന്നിട്ട് പറഞ്ഞു, അമ്മാ ബഅദു. അമ്മാ ബഅദ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന് ശേഷമുള്ള വാക്കായി പറയുമ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു വാക്കാണ്, അറബിയിൽ പറയുന്ന വാക്കാണ്. അലാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഫഇന്നമാ അന ബശറുൻ, തീർച്ചയായിട്ടും ഞാൻ ഒരു മനുഷ്യനാണ്, അഥവാ ഇവിടെ ജനിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന, വിവാഹം കഴിക്കുന്ന, സന്താനങ്ങൾ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. യൂഷിക്കു അൻ യഅതിയനി റസൂലു റബ്ബി, എന്റെ അടുക്കലേക്ക് എന്റെ റബ്ബിന്റെ റസൂൽ വരാനായിട്ടുണ്ട്. ആരാണ് ഉദ്ദേശം? മലക്കുൽ മൗത്ത് വരാനായിട്ടുണ്ട്, എന്റെ മരണം അടുത്തിട്ടുണ്ട്. ഫഉജീബ, അങ്ങനെ ഞാൻ അതിന് മറുപടി നൽകുകയും ചെയ്യും. വഅന താരികുൻ ഫീകും സഖലൈൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട്, സഖൽ എന്ന് പറഞ്ഞാൽ ഭാരമുള്ള, സഖലൈൻ എന്ന് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ആർക്കാണ്? ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനാണ്. കാരണം രണ്ട് ഭാരമുള്ള വലിയ വിഭാഗങ്ങളാണ് എന്ന നിലക്കാണ് പറയുന്നത്. ഇവിടെ രണ്ട് ഭാരമുള്ള അഥവാ ഗൗരവമുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ വിട്ടേച്ചു പോവുകയാണ്. അവ്വലുഹുമാ കിതാബുല്ലാഹ്, അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ കിതാബാണ്. ഫീഹി അൽ ഹുദാ വന്നൂർ, അതിൽ നേർമാർഗമുണ്ട്, പ്രകാശമുണ്ട്. ഫഖുദൂ ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കുക. വതമസ്സകൂ ബിഹ്, അതിനെ ഏറ്റവും യോജിച്ച് അതിനെ മുറുകെ പിടിച്ചു നിൽക്കുക. ഫഹസ്സ അലാ കിതാബില്ലാഹ് വറഗബ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കിതാബിലേക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി, അതുപോലെ തന്നെ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. സുമ്മ ഖാല, എന്നിട്ട് രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞു, വ അഹ്ലു ബൈതി, എന്റെ കുടുംബവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, അതുപോലെ തന്നെ പേരമക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം, മക്കൾ, അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ വിട്ടേച്ചു പോകുന്നത്. ആ കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് ഖുർആനുമായി ബന്ധപ്പെട്ട്, അതാണ് നമ്മുടെ ബാബിൽ വന്നിട്ടുള്ളത്. അഹ്ലു ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് കൊടുക്കേണ്ട ആ ആദരവും അവർക്ക് കൊടുക്കേണ്ട ആ ബഹുമാനവും ആ കാര്യങ്ങൾ നൽകണം എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഭാഗം കിതാബുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ കിതാബായിട്ടുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതിലാണ് ഹുദയുള്ളത്, നേർമാർഗമുള്ളത്, അതിലാണ് പ്രകാശമുള്ളത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പിശാചിന്, ശൈത്താനിന് നമ്മെ കീഴ്പ്പെടുത്തണമെങ്കിൽ പിശാച് ആദ്യം ശ്രമിക്കുന്ന കാര്യം എന്തായിരിക്കും എന്നറിയോ? ഖുർആനുമായിട്ടുള്ള നമ്മൾ ബന്ധം മുറിക്കലായിരിക്കും. കാരണം ഖുർആനുമായിട്ട് ബന്ധമുള്ള ഒരാളുടെ അടുക്കിലേക്ക് പിശാചിന് വരാൻ വെറുപ്പായിരിക്കും, അറക്കും. പിശാചിന് സാധിക്കൂല. ഖുർആനുമായിട്ട് അഗാധ ബന്ധമുള്ള ഒരാളുമായിട്ട് പിശാചിന് അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കൂല. അതായത് ആ ആശയത്തെ മനസ്സിലാക്കിയ ജീവിതത്തിൽ പകർത്തിയ ആ നിലക്കുള്ള ബന്ധം. അങ്ങനെ അപ്പോൾ ഒരാളെ തെറ്റിക്കണം എന്ന് തോന്നുമ്പോൾ പിശാച് ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഖുർആനുമായിട്ടുള്ള ബന്ധം മുറിക്കും. ഇപ്പൊ ഇബാദത്തുകളെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാ? നിസ്കാരാണ്. നിസ്കാരത്തിന് എന്താ ഫضل വരാനുള്ള കാരണം? ഖുർആനാണ്. ഖുർആൻ പാരായണമില്ല നിസ്കാരമില്ല. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ ഫضل. ആ ഖുർആൻ പാരായണം ചെയ്യാനാണ് നിസ്കാരമുള്ളത്. ആ നിസ്കാരത്തിന്റെ ഫضل ഖുർആൻ കൊണ്ടാണ്. ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമദാൻ, അതിന് ശ്രേഷ്ഠ വന്ന എന്താ? ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ എന്നുള്ളത്, ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പാരായണം ചെയ്യുന്നതിൽ മടുപ്പുണ്ടാക്കുന്ന, അതിൽ വീഴ്ചയുണ്ടാക്കുന്ന, അതിൽ അലസത ഉണ്ടാക്കുന്ന അവസ്ഥ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് ഓരോന്നോരോന്നായിക്കൊണ്ട് മനുഷ്യനെ പിശാച് തെറ്റിച്ചു കളയും. അങ്ങനെ പിശാചിനെ അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഖുർആനിനെ ഏത് തരത്തിലും
നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം. ഒരിക്കലും ഖുർആൻ പാരായണം നഷ്ടപ്പെടുത്താൻ പാടില്ല. പലപ്പോഴും പിശാച് നമ്മളെ തെറ്റിക്കാറുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, റമളാനിന്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ എല്ലാ റമളാനിലും ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, ഒരു മാസത്തിൽ ഖുർആൻ ഖത്തം തീർക്കുക എന്നുള്ളത് ഒരു മുസ്ലിം ഖുർആനോട് വീട്ടിൽ കൊടുക്കേണ്ട ഹക്കാണ് എന്ന്. ഒരു മാസത്തിൽ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുക എന്നുള്ളത് ഒരു മുസ്ലിം ഖുർആനോട് വീട്ടിൽ കൊടുക്കേണ്ട ഹക്കാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ലതായിഫുൽ മആരിഫ് എന്നുള്ള കിതാബിൽ പറയുന്നത് കാണാം. അപ്പോൾ ഖുർആനുമായിട്ട് അത്രയെങ്കിലും ബന്ധം നമുക്കുണ്ടായിരിക്കണം. അത് എത്ര സാധിക്കുന്നു ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ് വളരെ മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. അത് അള്ളാഹു തൗഫീഖ് നൽകുന്നവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യമാണ്. നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾക്ക് അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ പലപ്പോഴും മറ്റുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്നതിലാവട്ടെ, ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കുന്നതിലാവട്ടെ, അതിൽ ഉന്നതമായൊരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മളതിൽ പെരുമകൊള്ളുന്നുണ്ട്. എൻ്റെ മകൻ നല്ലൊരു വിദ്യാഭ്യാസം കഴിഞ്ഞു, അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടി, നല്ലൊരു കാര്യം നേടി, അതിലൊക്കെ നമ്മൾ നല്ല പെരുമ നടിക്കാറുണ്ട്. എന്നാൽ ആലോചിച്ച് നോക്കി, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളുടെ മേലെ, നമുക്ക് മേലെ മക്കൾ കാരണത്താൽ, മക്കളെ ഖുർആൻ പഠിപ്പിച്ചത് കാരണത്താൽ താജുൽ വഖാർ, ഗാംഭീര്യത്തിന്റെ ഒരു കിരീടം നമ്മുടെ മേലെ വെച്ചിരുന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഞാൻ കുറച്ച് പ്രായമുള്ള ആളുകളോടാണ് പറയുന്നത്. ഇനി പ്രായമുള്ള ആളുകളും ഖുർആൻ പഠിക്കാം, സാധിച്ചിട്ടില്ല എങ്കിൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞതാണ്. ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. അതിനെന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അതിന് നമ്മുടെ മക്കളെ അതിനൊരുക്കണം, അതിന് നമ്മൾ നിയ്യത്ത് വെക്കണം. അത് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമുള്ളൂ. എന്താ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പഠിപ്പിക്കും, അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കാൻ പ്രശ്നം എന്താ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കണമെന്നെന്താ? രണ്ടാമത്തേത്, അല്ലാത്ത ആളുകൾ ഖുർആൻ ചെറുപ്പത്തിൽ പഠിക്കാൻ അതിനുള്ള അവസരം ലഭിച്ചില്ല, അതിനുള്ള സാഹചര്യം ലഭിച്ചില്ല, പല കാരണങ്ങളുണ്ടാകാം. ഒരു ദിവസത്തിൽ ഒരായത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു വർഷത്തിൽ അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴ്ച വന്ന് മുറാജ വന്നാൽ പോലും എങ്ങനെ ഒരു 200 ആയത്തെങ്കിലും ഒരു വർഷത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിൽ കൂടുതലൊക്കെ എളുപ്പത്തിൽ സാധിക്കും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട്, എന്നോടും അതുപോലെ തന്നെ ഓരോരുത്തരോടും ഒരായത്ത് മെല്ലെ മെല്ലെ പഠിച്ച് ഓരോ ആയത്തുകൾ പഠിച്ചു തുടങ്ങിയാൽ തന്നെ ഖുർആനിൽ ഒരുപാട് പഠിക്കാൻ സാധിക്കും നമ്മൾ. അപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ ഒരു പ്രാധാന്യം കൊടുക്കണം. അതുപോലെ ഖുർആനിന്റെ തഫ്സീറും ആശയങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിൽ. അപ്പോൾ അതിൽ ഹുദയുണ്ട്, അതിൽ നൂറുണ്ട്, പ്രകാശമുണ്ട്. പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു, അള്ളാഹിന്റെ നാമമാണ്, അള്ളാഹുവിന്റെ സിഫത്താണ്. ഹക്കും ബാത്തിലും വേർതിരിച്ചറിയുന്ന ഒരു വെളിച്ചം നമുക്ക് ലഭിക്കും ഖുർആനിലൂടെ എന്ന് പറഞ്ഞു. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹു പറഞ്ഞു, ഫഖുദൂ ബികിതാബില്ലാഹി വതമസ്സകൂ ബിഹി, അതിനോട് നിങ്ങൾ മുറുകെ പിടിച്ച് അതിനോട് യോജിച്ച് നിൽക്കുക. അതുമായിട്ടൊരു ഗ്യാപ്പ് വരുന്ന അവസ്ഥ ഉണ്ടാവരുത്. വഫീ ലഫ്ളിൻ, മറ്റൊരു ലഫ്ളിൽ വന്നിട്ടുള്ളത് കിതാബുല്ലാഹി ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ. പല ഹദീസുകളിലും വന്നിട്ടുള്ളൊരു വാക്കാണിത്. അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ ഹബ്ലുല്ലാഹിൽ മതീൻ, അള്ളാഹു ഇട്ടിട്ടുള്ള ഒരു കയറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടേച്ചിട്ടുള്ള കയറാണ്. വേറെ ചില ഹദീസിൽ കാണാം അതിന്റെ ഒരു അറ്റം അള്ളാഹുവിന്റെ അടുക്കലും മറ്റേ അറ്റം അടിമകളുടെ അടുക്കലുമാണ് എന്ന്. അതായത് അള്ളാഹുമായിട്ട് നമുക്കൊരു ബന്ധം വേണോ, ഈ ഖുർആനെ മുറുകെ പിടിക്കണം. അത് അള്ളാഹുവിന്റെ ഹബിലാണ്, അള്ളാഹു ഇട്ടിട്ടുള്ള കയറാണ്. മനിത്തബഅഹു കാന അലൽ ഹുദാ, ആരാണോ ആ ഖുർആനെ പിൻപറ്റുന്നത് അവൻ നേർമാർഗത്തിലായിരിക്കും. വമൻ തറകഹു കാന അലൽ ളലാല, അതാരാണോ അതിനെ ഒഴിവാക്കുന്നത് അവൻ വഴികേടിലുമായിരിക്കും. ഇവിടെ ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കിതാബുല്ലാ എന്ന നിലക്ക് ഹദീസിൽ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ഉലമാക്കൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്നുള്ളതല്ല. അതിൽ തീർച്ചയായിട്ടും എന്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്? ഹദീസും ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം ഖുർആനിനെ ഹദീസ് ഇല്ലാതെ ഒരാൾക്കൊരിക്കലും അതിന്റെ ആശയത്തെ മനസ്സിലാക്കാൻ സാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ അല്ലാതെ ഖുർആനിനെ ഒരാൾക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ അവരെന്തായിരിക്കും? അവർ വഴികേടിലായിരിക്കും. അപ്പൊ ഖുർആനിനെ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ, കിതാബുല്ലാ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വഹിയായിട്ടുള്ള ഹദീസിനെയും മുറുകെ പിടിക്കണം എന്ന ആശയം അതിലുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ഖുർആനോടുള്ള ബന്ധം അത് ഹിഫ്ളാക്കൽ, അത് അമലാക്കൽ, അതിലുള്ള ഹുദ, അതിനെ മുറുകെ പിടിക്കൽ, അതിനെ പിൻപറ്റൽ എന്നീ കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്.
وله في حديث جابر الطويل أن النبي صلى الله عليه وسلم قال في خطبة يوم عرفة. വേറെ റിവായത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു സുദീർഘമായിട്ടുള്ള റിവായത്തിൽ അതിൽ യൗമ അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുതുബയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഖുതുബകൾ നിർവഹിച്ചിട്ടുണ്ട്. യൗമ അറഫയിൽ നിർവഹിച്ചിട്ടുണ്ട്, മിനയിൽ വെച്ച് നിർവഹിച്ചിട്ടുണ്ട്, ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് നിർവഹിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളായി നിർവഹിച്ചിട്ടുണ്ട്. അതിൽ യൗമ അറഫയിലെ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ഇൻ ഇഅ്തസംതും ബിഹി. നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ഖുത്ബ നിർവഹിക്കുന്ന അവസാന സമയത്താണ്. അതിനുശേഷം വളരെ കുറച്ചു കാലമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ. അഥവാ ദുൽഹിജ്ജ കഴിഞ്ഞു കഴിഞ്ഞാൽ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവാണ്. വളരെ 2-3 മാസമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ പറയാണ്, ഞാനിതാ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ഇനി ഇഅ്തസംതും ബിഹി, ഇഅ്തസമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ തേടുന്ന ഒരവസ്ഥക്കാണ് ഇഅ്തസമ എന്ന് പറയാം. ഒന്നിനെ കൊണ്ട് രക്ഷ തേടുന്ന ഒരവസ്ഥ, ഒരു സംരക്ഷണവും രക്ഷയൊക്കെ നേടുന്ന ഒരു അവസ്ഥ. അതിനെ കൊണ്ട് നിങ്ങൾ രക്ഷ നേടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ലൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോവുകയില്ല, വലാലത്തിലാവുകയില്ല. എന്നിട്ട് പറഞ്ഞു, കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ കിതാബാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കിതാബാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വസിയത്താണ്. എന്നിട്ട് പറഞ്ഞു, വഅൻതും തുസ്അലൂന അന്നി, നിങ്ങൾ എന്നെ പറ്റി ചോദിക്കപ്പെടുന്നവരാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിക്കപ്പെടും. അതായത് എല്ലാ റസൂലിനോടും ചോദിക്കപ്പെടും, റസൂലിന്റെ സമൂഹത്തിനെയും. അതായത് നാളെ പരലോകത്ത് ഒരു റസൂലിനെ വിളിക്കും, ആ റസൂലിനോട് ചോദിക്കും, നീ നിന്റെ ഖൗമിന് എത്തിച്ചു കൊടുത്തോ? ആ റസൂൽ അതേ എന്ന് പറയും. ആ ഖൗമിനെ വിളിക്കും, ആ ഖൗമിനോട് ചോദിക്കും, നിങ്ങൾക്ക് അയച്ച ഈ റസൂൽ നിങ്ങൾക്ക് എത്തിച്ചു തന്നോ? ആ ഖൗമും മറുപടി പറയും. അതിൽ തന്നെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, മറ്റുള്ള നബിമാരുടെ വന്നിട്ട് നബിമാരോട് ചോദിക്കുമ്പോൾ നബിമാർ എത്തിച്ചു കൊടുത്തു പറയും. പക്ഷെ ആ ഖൗമ് പറയും, എന്തില്ല, എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പൊ ഈ നബിമാരോട് അള്ളാഹു ചോദിക്കും, നീ എത്തിച്ചു കൊടുത്തതിന് വല്ല സാക്ഷികളുണ്ടോ ചോദിക്കും. അപ്പൊ ഉണ്ട് എന്ന് പറയും. ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഉമ്മത്ത് മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്താണെന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് വന്നിട്ട് ആ ഉമ്മത്തിനോട് ചോദിക്കും, ഈ നബി ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഉമ്മത്ത് പറയും, അഥവാ നമ്മൾ പറയും, എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ വെക്കും? അപ്പൊ പറയും, ഞങ്ങളെ റസൂൽ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്, മുമ്പുള്ള നബിമാർ എത്തിച്ചു കൊടുത്ത് ഞങ്ങൾ സത്യപ്പെടുത്തിയതാണ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഓരോ നബിമാരോടും ചോദിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ്. ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്താണ് പറയുക എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് പറയുക? ഖാലു, അവിടെ വെച്ച് സഹാബികൾ പറഞ്ഞു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത, ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു, തീർച്ചയായും നബിയെ താങ്കൾ എത്തിച്ചു തന്നിട്ടുണ്ട്. വഅദ്ദൈത, താങ്കളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വനസഹ്ത, നസീഹത്ത് കൂറ് പുലർത്തിയിട്ടുണ്ട്, അഥവാ കാര്യങ്ങൾ കൃത്യമായി കൂറ് പുലർത്തി പഠിപ്പിച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. ഖാല ബിഇസ്ബഇഹി അസ്സബാബതി യർഫഉഹാ വയൻകുതുഹാ ഇലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചൂണ്ടുവരൽ ആകാശത്തേക്കും ജനങ്ങളിലേക്കും ചൂണ്ടിക്കൊണ്ട് ഈ നിലക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ് 3 മററാത്ത്, 3 തവണ പറഞ്ഞു, അല്ലാഹുവേ നീ സാക്ഷി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഈ സമയത്തും അവസാന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കിതാബുല്ലാ, ഖുർആനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. അത് എന്ത് കാര്യമുണ്ടെങ്കിലും ഖുർആനിന്റെ പഠനം നമ്മൾ നിർത്താൻ പാടില്ല. അത് കാരണം ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഒരായത്ത് 10 വർഷം മുമ്പ് ഓതിയ ആയത്തിൽ നിന്ന് കിട്ടുന്നതല്ല 10 വർഷം കഴിയുമ്പോൾ കിട്ടുക, കൂടുതൽ അറിവ് കിട്ടാനുണ്ടായിരുന്നു. അത് നമ്മുടെ തഖ്വയും ഈമാനും ഒക്കെ അനുസരിച്ചിട്ട് മാറും. ഇപ്പൊ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് റിയാദുസ് സാലിഹീന്റെ ഷർഹിൽ ബാബു തഖ്വയുടെ മുഖദ്ദിമയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് ഖുർആനിൽ നിന്നുള്ള ഫഹ്മ് ലഭിക്കുന്നത് അല്ലെങ്കിൽ അഹ്കാമുകൾ ഫിഖ് ലഭിക്കുന്നത് അവന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് ഒരായത്തിൽ നിന്ന് 3 അഹ്കാമുകൾ എടുക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളെങ്കിൽ വേറൊരാൾക്ക് 10 അഹ്കാമുകൾ മനസ്സിലാക്കാൻ പറ്റും. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ആ ആളുടെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ ഖുർആനിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇനിയും മനസ്സിലാക്കാൻ ഉണ്ടാകും. അടുത്ത അസർ കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഖുർആനിന്റെ മഹത്വത്തെ അറിയിക്കുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഹദീസാണ്. وعن علي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അലാ ഇന്നഹാ
സതകൂനു ഫിത്നതുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും ഫിത്ന വരാനുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് മനുഷ്യൻ നേരിടുന്ന ഫിത്ന? എന്താണ് മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്കും നേരിടേണ്ടി വരുന്ന ഫിത്ന? എന്താണ്? 2 കാര്യങ്ങളാണ് മനുഷ്യന് നേരിടേണ്ടി ഫിത്ന. ഫിത്നത്തുൽ ദുനിയ അല്ലെങ്കിൽ ഫിത്നത്തുൽ മഹ്യ എന്നൊക്കെ പറഞ്ഞാൽ 2 ഫിത്നകളാണ്. ഒന്ന് ശുബ്ഹത്തുകൾ, നമുക്ക് അറിവിലുണ്ടാകുന്ന, നമ്മുടെ ഈമാനിലും ഇൽമിലും ഉണ്ടാകുന്ന സംശയങ്ങൾ. 2 ശഹവത്തുകൾ, നമ്മുടെ അമലിൽ കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന ദേഹേച്ഛകൾ, പാപങ്ങളിലേക്കൊക്കെ താല്പര്യം കാണിക്കുന്ന ദേഹേച്ഛകൾ. ഈ 2 എണ്ണമാണ് നമുക്ക് നേരെ വരുന്ന ഫിത്നകൾ. ദുനിയാവിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ, ഇതിനപ്പുറത്തേക്കൊന്നും പോകാനില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ 2 കാര്യത്തിനകത്തേ വരുള്ളൂ. ഇപ്പൊ ശുബ്ഹത്തുകളാണ്, ഇപ്പൊ ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട, അല്ലെങ്കിൽ ഹദീസ് ചിലത് മതി ചിലത് വേണ്ട, നിഷേധിക്കുക, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുക, നിരീശ്വരവാദം ഉണ്ടാവുക, പിഴച്ച വിശ്വാസം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ പെട്ടതാണ്? ശുബ്ഹത്തുകൾ പെട്ടതാണ്. ശഹ്വത്തുകളിൽ പെട്ടതാണ് എന്ത്? ഹറാമായ കാര്യങ്ങൾ കാണുക, കേൾക്കുക, പ്രവർത്തിക്കുക, തെറ്റുകൾ ചെയ്യുക, ആ നിലക്കുള്ളത്. അപ്പൊ ഈ 2ലേക്കുമാണ് പിശാച് മനുഷ്യനെ ശ്രമിക്കാൻ നിൽക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ ജിഹാദിന്റെ ഇനങ്ങൾ പറയുന്നിടത്ത്, പിശാചുമായിട്ടുള്ള ജിഹാദ് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ 2 കാര്യങ്ങളാണ് പിശാചിന്റെ ആയുധം. ഇതിനെതിരെ മനുഷ്യനുണ്ടാകേണ്ട ആയുധം എന്താണ്? ശുബ്ഹത്തുകൾക്കെതിരെ ഇൽമിൽ യഖീൻ നേടുക എന്നുള്ളതാണ്. നമ്മുടെ ശത്രുവിന്റെ ആയുധം ശുബ്ഹത്താണ്. നമുക്കുണ്ടാവേണ്ട ആയുധം ഇൽമിൽ യഖീൻ നേടലാണ്. ശത്രുവിന്റെ ആയുധം ശഹവത്തിലേക്ക് നയിക്കലാണ്, അമലിലാണ്. അപ്പൊ അതിന് നമുക്കുണ്ടാവേണ്ട ആയുധം അമലിൽ സ്വബർ നേടുക എന്നുള്ളതാണ്. അഥവാ നന്മ ചെയ്യുന്നിടത്ത് ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക, പാപങ്ങൾ ചെയ്യുന്നിടത്ത് ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കുക എന്നുള്ളത്. അതായത് ശുബ്ഹത്തിനെ എതിർക്കേണ്ടത് യഖീൻ കൊണ്ടും ഷഹവത്തിനെ എതിർക്കേണ്ടത് സ്വബർ കൊണ്ടുമാണ്. അപ്പൊ ഫിത്ന ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഫിത്നകൾ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ഇത് കേട്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഖുൽതു മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് അതിന് രക്ഷപ്പെടുക? അതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. നമ്മൾ പറഞ്ഞു കിതാബുല്ലാ എന്ന് പറയുമ്പോൾ ഹദീസ് ഇല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്, ഹദീസിനെ കൂടി അതിൽ നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് പറഞ്ഞു. അഥവാ ഏതൊരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ, ശുബ്ഹത്താവട്ടെ ഷഹ്വത്താവട്ടെ, നമുക്ക് സമാധാനമേകുന്ന കാര്യം അത് ഖുർആനാണ്. ഒരു സംഭവം കാണാം, ശുബ്ഹത്തിൽ സംശയമില്ല, അള്ളാഹുവിനെ കുറിച്ച് ഇൽഹാദിന്റെ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴച്ചവാദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൽബിന് ലഭിക്കുന്ന അതിന്റെ ആശയം മനസ്സിലാക്കാൻ ലഭിക്കുന്ന സമാധാനം വളരെ വലുതാണ്. ഇനി ഷഹ്വത്തുകളുടെ കാര്യത്താണെങ്കിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തിറിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിന് ചില പാപങ്ങൾ ചെയ്യാൻ വല്ലാത്ത ആഗ്രഹം തോന്നി, നഫ്സ് പ്രേരിപ്പിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഖുർആൻ ഓതാൻ തുടങ്ങി. അപ്പൊ പാപത്തിന്റെ പ്രേരണയിൽ രക്ഷപ്പെടാൻ വേണ്ടി നഫ്സിന്റെ പ്രേരണയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. പാരായണം ചെയ്ത് അദ്ദേഹത്തിന് ഒന്നും ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പാരായണം ചെയ്ത് സൂറത്ത് യൂസുഫിൽ ഒരായത്തെത്തിയപ്പോൾ അദ്ദേഹം തങ്ങി നിന്നു. നമുക്ക് പറഞ്ഞിട്ടുണ്ടാകും, അയാൾ തങ്ങി നിന്നു. അത് എന്താണ് ആയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നഹു റബ്ബി അഹ്സന മത്വായ് എന്നുള്ള ആയത്ത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആ സ്ത്രീ വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ് ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അള്ളാഹുവിൽ രക്ഷ തേടുന്നു, അതുപോലെ തന്നെ എന്റെ യജമാൻ എനിക്ക് നല്ല താമസ സൗകര്യം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ദുൽമ ചെയ്യുന്നവൻ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്തെത്തിയപ്പോൾ ഞാൻ കുറെ ചിന്തിക്കാൻ തുടങ്ങി. ഈ ആയത്തെത്തിയപ്പോൾ ഞാനത് വീണ്ടും പാരായണം ചെയ്തു, അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ യൂസുഫ് നബിക്ക് പ്രേരണയേകിയത്. ഒന്ന് എന്താണ്? അള്ളാഹുവിനോട് രക്ഷ നേടി. അപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ പ്രേരണ തോന്നുന്ന സമയത്ത് അള്ളാഹുവിനോട് രക്ഷ തേടണം. 2, യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് എന്റെ യജമാൻ എനിക്കിവിടെ നല്ല താമസം തന്നിട്ടുണ്ട്, ആ യജമാനെ ഞാൻ ചതിക്കില്ല, വഞ്ചിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ യജമാനല്ല, അവിടെ വീട്ടിൽ താമസം നൽകിയാണ്. അപ്പൊ ഇവിടെ സൃഷ്ടിച്ച് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ എങ്ങനെയാണ് ചതിക്കുക? അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ എങ്ങനെയാണ് പ്രവർത്തിക്കുക? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ചു. 3-ാമത്തേത് ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, ദുൽമ ചെയ്താൽ, പാപം ചെയ്താൽ അതിന്റെ പര്യവസാനത്തിൽ എന്തുണ്ടാകില്ല? ഒരിക്കലും വിജയം ഉണ്ടാവില്ല. ഈ 3 കാര്യം ഞാൻ ആലോചിച്ചു, ആ പാപത്തിനുള്ള പ്രേരണ നഷ്ടപ്പെടുകയുണ്ടായി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് തെറ്റിനോടാണ് നമുക്ക് പ്രേരണ, ഇപ്പൊ മാതാപിതാക്കൾക്ക് നമുക്ക് പുണ്യം ചെയ്യാൻ തോന്നുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതി ചിന്തിച്ച് അത് നമുക്ക് ശിഫയാകും. ഏത് മേഖലയാണെങ്കിലും അങ്ങനെ
ഖുർആനിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഒരു നേർമാർഗമായി ഏതൊരു ഫിത്നയിലും ഉറച്ചു നിൽക്കാൻ പ്രേരകമേകുന്ന കാര്യമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിനെ പറ്റി അതിന്റെ ചില വിശേഷണങ്ങൾ പറയുകയാണ്. ഫീഹി നബഉ മാ കാന ഖബ്ലകും, ഖുർആനിൽ എന്തുണ്ട്? നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ സമൂഹങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുണ്ട്. പല ഗോത്രങ്ങൾ, പല നബിമാർ, പല സമൂഹങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് അള്ളാഹു നൽകിയ ആദരവ്, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ, പല കാര്യങ്ങളും ഖുർആനിൽ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? അറിയിച്ചിട്ടുണ്ട്. വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷം വരാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകളുണ്ട്. അഥവാ മരണത്തിന് ശേഷമുള്ള പരലോകം, സ്വർഗം, നരകം, വിചാരണ, അതുപോലെയുള്ള അന്ത്യനാളിലെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. വഹുക്മു മാ ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിധി അതിൽ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ കാര്യമുണ്ട്, വരാൻ പോകുന്ന കാര്യമുണ്ട്. ഇവിടെ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം വിധികളാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന അഹ്കാമുകൾ ആ ഖുർആനിലുണ്ട്. വഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസിൽ, അത് ഫസ്ലാണ്, അഥവാ ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ച് അറിയിക്കുന്ന കാര്യമാണ് ഖുർആൻ. ഹസിൽ അതൊരു തമാശയല്ല, വെറും വാക്കല്ല, ഖുർആനിലെ ആയത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. മാ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ആരെങ്കിലും അഹങ്കാരം കൊണ്ട്, ധിക്കാരം കൊണ്ട്, ജബ്ബാർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ധിക്കാരം, ആ നിലക്ക് അവൻ ഖുർആനെ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ തകർക്കുന്നതാണ്, അള്ളാഹു അവനെ ശിക്ഷിച്ച് തകർക്കുന്നതാണ്. വമൻ ഇബ്തഗൽ ഹുദാ മിൻ ഗൈരിഹി അളല്ലഹുല്ലാഹ്, ഖുർആൻ അല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് ആരെങ്കിലും നേർമാർഗം തേടാൻ പോയി കഴിഞ്ഞാൽ അവൻ വഴികേടിലാവുകയും ചെയ്യും. നമുക്ക് നേർമാർഗം കിട്ടാൻ മാർഗം എന്താ ഉള്ളത്? ഖുർആനാണ്. അതല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന കാര്യമാണ് ശരി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫിലോസഫിക്കൽ തത്വങ്ങളാണ് ശരി എന്ന നിലക്ക് ആരെങ്കിലും ചിന്തിച്ചു തുടങ്ങിയാലോ അവൻ വഴികേടിൽ. ഖുർആൻ അല്ലാതെ മറ്റൊന്നുകൊണ്ട് ദീനിനെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ വഴികേടിലായിരിക്കും. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് അള്ളാഹു നീട്ടിയിട്ടിട്ടുള്ള അള്ളാഹുവിന്റെ കയറാണ്. വഹുവ ദിക്റുൽ ഹക്കീം, അത് ഹിക്മത്തുള്ള, വളരെ ഹിക്മത്തിന് നല്ലൊരു മലയാളം വാക്ക് എനിക്കറിയില്ല, അത്രയും നല്ല അറിവുള്ള ഉത്ബോധനമാണത്. വഹുവ സിറാത്തുൽ മുസ്തഖീം, അതാണ് നേരെ ചൊവ്വയുള്ള പാത, അഥവാ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന പാത അതാണ്. ഹുവല്ലദീ ലാ തസീഉ ബിഹി അൽ അഹ്വാഉ, ആരാണോ അവന്റെ ഇച്ഛകളെ ആ ഖുർആനാക്കുന്നത് അവൻ വഴികേടിലാവുകയില്ല, പഴച്ചു പോവുകയില്ല. ലാ തസീഉ ബിഹി അൽ അഹ്വാഉ, അതായത് അവന്റെ ഇച്ഛകളെ ഖുർആനിന്റെ വിധിക്കനുസരിച്ച് ആരാണോ മാറ്റുന്നത് അതിനെ അവന് തോന്നിയ പോലെയല്ല, ഖുർആൻ പറഞ്ഞ പോലെയാണ് അവൻ ജീവിക്കുന്നത്. അതാണ് അവന്റെ ഹവ ഖുർആൻ ആവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ വഴികേടിലാവുകയില്ല, തെറ്റിപ്പോവുകയില്ല. വലാ തൽതബിസു ബിഹി അൽ അൽസിനതു, ഒരാൾക്ക് അതിന്റെ ഭാഷ മനസ്സിലാകാൻ പറ്റാതെ കൂടിക്കലർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല. അത് പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാകില്ല. കാരണം ഖുർആൻ അറബിയൻ, കൃത്യമായിട്ടുള്ള അറബി ഭാഷയിലാണ് ആ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഷ മനസ്സിലാക്കാനോ ആശയം മനസ്സിലാക്കാനോ പാരായണം ചെയ്യാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലോ അതാവുകയില്ല. വലാ തശ്ബഉ മിൻഹു അൽ ഉലമാഉ, അതിനെ തൊട്ട്, അഥവാ ഖുർആനിൽ നിന്ന് അഹ്കാമുകൾ എടുത്തുകൊണ്ട് ഒരാൾക്ക് എന്താകുന്നില്ല, ഉലമാക്കൾക്ക് മതിയാവുകയില്ല. അതിൽ നിന്ന് എത്ര അഹ്കാമുകൾ കിട്ടിയാലും, എത്ര പഠിച്ചാലും അതിൽ നിന്ന് ഉലമാക്കൾക്ക് തശ്ബീഹ് എന്ന് പറഞ്ഞാൽ വയറ് നിറയുകയില്ല, അവർക്ക് മതിയാവുകയില്ല, വീണ്ടും വീണ്ടും എന്ന് പഠിക്കാനുണ്ടാകും. അതായത് ഖുർആൻ എത്ര പഠിച്ചാലും വീണ്ടും അതിൽ നിന്ന് പഠിക്കാനുണ്ടാകും, അവർക്ക് വയറ് നിറയുന്ന അവസ്ഥ ഉണ്ടാവില്ല. വലാ യഖ്ലുഖു അൻ കസ്റത്തിർ റദ്ദ്, എത്ര ആരെങ്കിലും അതിനെ റദ്ദ് ചെയ്താലും, എത്ര അതിനെതിരെ പറഞ്ഞാലും, യഖ്ലുഖ് എന്ന് പറഞ്ഞാൽ നുരുമ്പി പോവുകയില്ല. അഥവാ അതിന്റെ അത്ഭുതം, അതിന്റെ ഇജാസ് ഒരിക്കലും എന്താകുന്നില്ല, തീർന്നു പോകുന്നില്ല. ആരൊക്കെ അതിനെ എതിർത്താലും, ആരൊക്കെ അതിനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ അത്ഭുതം അതിൽ നിന്ന് നുരുമ്പി പോകുന്ന, തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല. വലാ തൻഖളി അജായിബുഹു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ അത്ഭുതം തീർന്നു പോകുന്നില്ല, മുറിഞ്ഞു പോകുന്നില്ല. എപ്പോഴും അത് അത്ഭുതകരമായിക്കൊണ്ട് അത് നിലനിൽക്കുന്ന അവസ്ഥയിൽ എന്നും നിലനിന്നുകൊണ്ടേയിരിക്കും എന്ന നിലക്ക്. അഥവാ ഉലമാക്കൾക്ക് അതിൽ നിന്ന് തെളിവുകൾ എടുത്താൽ, അതിനെ പഠിച്ചാൽ അത് തീർന്നു പോവുകയില്ല. ആരൊക്കെ അതിനെ എതിർത്ത് പറഞ്ഞാലും അത് മങ്ങിപ്പോവുകയില്ല, അത് നുരുമ്പി പോവുകയില്ല, അതിന്റെ അത്ഭുതം തീർന്നു പോവുകയില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഹുവല്ലദീ ലം തൻതഹിൽ ജിന്നു ഇദ് സമിഅത്ഹു ഹത്താ ഖാലു, ആ ഖുർആനാണ് ജിന്നുകൾ പോലും അത് കേട്ട സമയത്ത് അവർ പറഞ്ഞത്, ഇന്ന സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇലർ റുഷ്ദ് ഫആമന്നാ ബിഹി, ഞങ്ങൾ അത്ഭുതകരമായിട്ടൊരു ഖുർആൻ കേട്ടു, അതിൽ ഹിദായത്തുണ്ട്, നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് ജിന്നുകൾ പോലും പറഞ്ഞു പോയിട്ടുണ്ട്. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേട്ടപ്പോൾ പറഞ്ഞ വാക്കാണ്.
മൻ ഖാല ബിഹി സദഖ, ആരാണോ ആ ഖുർആൻ കൊണ്ട് പറയുന്നത് അവൻ പറയുന്നത് സത്യമാണ്, അഥവാ ഖുർആനിലുള്ള കാര്യങ്ങൾ അത് തെളിവായിക്കൊണ്ട് പറയുന്നത് അവൻ പറയുന്നത് സത്യമാണ്. വമൻ അമില ബിഹി ഉജ്റ, അതനുസരിച്ച് ആരാണോ പ്രവർത്തിക്കുന്നത് അവന് പ്രതിഫലം നൽകപ്പെടും. വമൻ ഹക്കമ ബിഹി അദല, അതിന്റെ അടിസ്ഥാനത്തിൽ ആരാണോ വിധി കൽപ്പിക്കുന്നത് അത് നീതിപൂർവ്വമുള്ള വിധിയായിരിക്കും. വമൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, ഈ ഖുർആനിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത് അവൻ ക്ഷണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കുന്നത് അവൻ നേരായ മാർഗത്തിലേക്കാണ് നയിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ വാക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഖുർആനുമായിട്ടുള്ള ബന്ധം അതിശക്തമായി നമുക്കുണ്ടാവണം. അത് ഹിഫ്ള് കൊണ്ടും അത് ഫഹ്മ് കൊണ്ടും അമല് കൊണ്ടും എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമാണ് അറബി ഭാഷ അറിയുക എന്നുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം പറയുന്നത് ഖുർആൻ മനസ്സിലാക്കൽ എന്താണ് നമ്മുടെ മേലെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അറബി ഭാഷ പഠിക്കലും നിർബന്ധമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇബ്നു തൈമിയ പോലെയുള്ളവർ അത് പറയാനുള്ള കാരണം വാജിബായിട്ടുള്ള ഒരു കാര്യത്തിന് ആവശ്യമുള്ള സബബും വാജിബായിരിക്കും. അതുകൊണ്ട് തന്നെ അറബി ഭാഷ പഠിച്ചിരിക്കണം. കാരണം അറബി പഠിച്ചിട്ട് ഖുർആൻ മനസ്സിലാക്കിയാൽ അത് അത്ഭുതമാണ്. ഇപ്പൊ പലപ്പോഴും പിന്നെ സാധാരണക്കാരായിട്ടുള്ള അറബി അറിയാത്ത ആളുകൾ അവർ ഇമാം നിന്ന് അല്ലെങ്കിൽ ഇമാം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് പിന്നിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അവരുടെ ചിന്ത എന്തായിരിക്കും? ഞാൻ ഇടയ്ക്ക് ആലോചിച്ച് പോയിട്ടുണ്ട്. അതായത് എന്തായിരിക്കും അവർ ആലോചിക്കുക? അവർ ഖുർആൻ കേൾക്കുന്നു. ചില ആളുകൾക്ക് അതിന്റെ ആശയങ്ങൾ അറബി ഭാഷ അറിയില്ലെങ്കിലും ഖുർആനിന്റെ ആശയങ്ങൾ വാക്കർത്ഥങ്ങൾ അറിയുന്നുണ്ടാവും, അത് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുകയും അറബി ഭാഷ അറിയുന്ന ഒരാൾക്ക് അതിന്റെ തഫ്സീറുകൾ അറിയുന്നില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എങ്ങനെയാണ് ആ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിലെ ഒരു വാക്ക് അത് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് അവന്റെ കൽബിൽ മറ്റു അറബി അറിയാത്ത ഒരാൾക്ക് ഖുർആൻ മനസ്സിലാക്കുന്നതിനേക്കാൾ ആഴത്തിൽ മനസ്സിലാക്കും. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ അറബി ഭാഷയിലൂടെ അല്ലാതെ അതിന്റെ പരിപൂർണത ഉണ്ടായില്ല. ഒന്ന് ഖുർആനും ഹദീസും, രണ്ട് അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന്റെ നാമങ്ങൾ. അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിലും അറബി ഭാഷ അറിയണം. കാരണം ചില വാക്കുകളുടെ ആഴത്തിലുള്ള ഉപയോഗം, അതിന്റെ വന്നിട്ടുള്ള രീതി, അതൊക്കെ അറബി ഭാഷയിലൂടെയാണ് അതിന്റെ ആശയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട വസിയത്താണ് ഇതിൽ. ഖുർആനിന്റെ ധാരാളം പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ധാരാളം പ്രത്യേകതകൾ നമ്മൾ ആലോചിക്കണം, ഖുർആനെ മുറുകെ പിടിക്കണം, ഖുർആൻ പഠിക്കണം. അതിന് ഭാഗമായിട്ട് അറബി ഭാഷ പഠിക്കണം. ദീനിന്റെ ഭാഷയാണ്. നമുക്ക് സാധിക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് എളുപ്പത്തിൽ സാധിക്കും. കാരണം കൂടുതൽ പഠിച്ചിട്ടുള്ള അറിവ് നേടിയിട്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ വബില്ലാഹി തൗഫീഖ് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.